നമസ്കാരം. എല്ലാവർക്കും ഗീതമ്മാസ് കിച്ചണിലേക്ക് സ്നേഹത്തോടെ സ്വാഗതം. അപ്പോൾ ഇന്ന് നമുക്ക് എന്താ ഉണ്ടാക്കാൻ പോകുന്നതെന്ന് നോക്കാം. ഇന്ന് ഞാനിവിടെ ഒരു മീൻ അവിയലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മീൻ അവിയലെന്ന് പറയുമ്പം ചെമ്മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതൊരു 3/4 കിലോ ചെമ്മീനുണ്ട്. ചെമ്മീനെല്ലാം വൃത്തിയാക്കി തൊണ്ടെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി വെച്ചിരിക്കുകയാണ്. പിന്നെ അതിന് ചേർക്കുന്നത് ഒരു മുരിങ്ങക്കായ, ഒരു പച്ചക്കായ, പിന്നെ ഒരു 3-4 പച്ചമുളക്, ഒരു തക്കാളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു 2-3 വെളുത്തുള്ളി, കുറച്ച് ചുമന്നുള്ളി. ഇത്രയും സാധനങ്ങളാണ് ഇതിന് ചേർക്കാനുള്ളത്. ശരിക്കും ഇതിന് ഒരു തക്കാളി പോരാ, തക്കാളിയേക്കാൾ നല്ലത് മാങ്ങയാണ്. പക്ഷേ ഇപ്പോൾ പച്ചമാങ്ങയുടെ സീസൺ അല്ലാത്തതുകൊണ്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ നോക്കിയിട്ട് പച്ചമാങ്ങ കിട്ടിയില്ല. അതുകൊണ്ടാണ് ഞാനൊരു തക്കാളി എടുത്തത്. ഇനി അതിൻ്റെ കൂടെ ആ പുളി പോരാ, അതിൻ്റെ കൂടെ ഒരു കഷ്ണം കുടംപുളിയും കൂടെ ഇടുന്നുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊക്കെ ഒന്ന് അരിഞ്ഞുകൊണ്ട് വരാം. ഇപ്പോൾ ഞാൻ എല്ലാം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു ചട്ടി വെച്ച്, ഒരുമാതിരി വലിയൊരു മൺചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഈ ചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം. ആദ്യം ചെമ്മീനിടാം. അത് കഴിഞ്ഞ് കഷ്ണങ്ങൾ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. മുരിങ്ങക്കായ, തക്കാളി, ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കറിവേപ്പില, അതെല്ലാം നമുക്ക് ഓരോന്നോരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ പച്ചക്കായ ഞാൻ വേറെ അരിഞ്ഞ് വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതിൻ്റെ കറ പോകാൻ. അപ്പോൾ ഇനി അതും കൂടെ എടുത്ത് ഇട്ട് കൊടുക്കാം. പിന്നെ പൊടികളുണ്ട്. ഒരു ടീസ്പൂൺ മുളക് പൊടി, ഒരല്പം ആവശ്യത്തിന് ഉപ്പ്, അല്പം മഞ്ഞൾപ്പൊടി, അതും കൂടി ഇട്ട് കൊടുക്കാം. മുളക് പൊടിയെന്ന് പറഞ്ഞാൽ ഇത് നല്ല എരിവുള്ള മുളക് പൊടിയാണ്, മറ്റേ കാശ്മീരി മുളക് പൊടി അല്ല. ഇതാണ് രുചി. ആവശ്യത്തിന് ഉപ്പ് ഇട്ടു. ഇനി ഇതിനകത്തേക്ക് ആവശ്യത്തിന് വെള്ളവും ഒഴിച്ചിട്ട് ഇത് നല്ലവണ്ണം ഇളക്കി വെച്ച് മൂടി വെച്ച് വേവിക്കണം. ഞാൻ അതിന് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. ഇനി ഇത് മൂടി വെച്ച് സ്റ്റൗ കത്തിച്ച് നമുക്കിത് വേവിച്ചെടുക്കാം. അതിനൊരു അരപ്പും കൂടെ തയ്യാറാക്കണം. അതവിടെ ഇരുന്ന് വേകട്ടെ. ആ സമയത്ത് നമുക്കൊരരപ്പ് തയ്യാറാക്കാം. അതിന് 1 മുറി തേങ്ങായും ഒരു 4-5 ചുമന്നുള്ളിയും കൂടെ മതി. വേറെ ഒന്നും വേണ്ട. അവിയലാണെന്നും പറഞ്ഞ് ജീരകമോ ഒന്നും ഇതിനരക്കരുത്. അതൊന്നും ഇതിൻ്റെ കൂടെ ചേരത്തില്ല. തേങ്ങായും ജീരകവും അത് തേങ്ങായും ഉള്ളിയും മാത്രം. അത് തരിതരിപ്പായിട്ട് അരയ്ക്കണം. ഒത്തിരി അങ്ങ് ഫൈൻ പേസ്റ്റായിട്ട് അരയണ്ട. കുറച്ച് തരിതരിപ്പായിട്ടൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം നമുക്ക്. കറിയൊക്കെ തിളച്ചിട്ടുണ്ട്, എന്നാലും ഒന്നുകൂടെ വേകാനുണ്ട്. അതുകൊണ്ട് ഒന്നുകൂടെ മൂടി വെച്ച് ഒന്നുകൂടെ വേകട്ടെ. അപ്പോൾ ഇത് എല്ലാം നല്ലോണം വെന്തിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ആ ഒരു കഷ്ണം പുളി ചേർക്കുമെന്ന് പറഞ്ഞല്ലോ, അതെടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ രുചി നോക്കിയപ്പോൾ പുളി കുറവുണ്ട്, അതുകൊണ്ട് അതുകൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ അതെല്ലാം നല്ലോണം വെന്തു. എല്ലാം നല്ല പുളിയും ഉപ്പും എല്ലാം പാകത്തിനുണ്ട്. വെള്ളമൊക്കെ കുറേ വറ്റി. കുറച്ച് അല്പം വെള്ളമുണ്ട്, അല്പം ചാറ് വേണം. തീരെ ഡ്രൈ ആയിട്ട് നമ്മൾ ഈ വെജിറ്റബിൾസ് കൊണ്ടുണ്ടാക്കുന്ന അവിയൽ പോലെ അത്രയും കട്ടിയായിട്ടിരിക്കേണ്ട കാര്യമില്ല. ഇത് ഞാൻ ആ അരപ്പും കൂടെ അങ്ങോട്ട് ചേർക്കുക. എന്നിട്ട് ആ മിക്സിയുടെ ജാറ് കഴുകി ഒരല്പം വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അതൊന്ന് നല്ലപോലെ ഇളക്കി വെച്ച് ഒരല്പം കൂടെ ഒന്ന് നല്ലോണം തിളച്ച് ഒന്ന് ചൂടായി ഒരല്പം കൂടെ വറ്റിക്കോട്ടെ. ഇനി ഇതൊന്ന് താളിച്ചാൽ മാത്രം മതി. താളിക്കാനായിട്ട് ഞാൻ പാൻ വെച്ചിട്ടുണ്ട്. ചെമ്മീൻ കറി ഇപ്പുറത്തോട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഇനി അതിനകത്തോട്ട് കടുക് ഇട്ട് കൊടുക്കാം. കടുകൊക്കെ പൊട്ടി തുടങ്ങി. ചെമ്മീൻ അവിയലെന്ന് മീൻ അവിയൽ എന്ന് ആദ്യം പറഞ്ഞപ്പം പെട്ടെന്ന് ഓർമ്മ വന്നത് അക്കരെ 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 എന്നുള്ള സിനിമയിൽ ശ്രീനിവാസൻ പറയുന്ന ഡയലോഗാണ്. മീനവിയൽ എന്തായോ എന്തോന്ന്. അപ്പോൾ കടുകൊക്കെ പൊട്ടി. ഇനിയും നമ്മൾ ചേർക്കുന്നത് ചെറുതായിട്ട് കനം കുറഞ്ഞ വട്ടത്തിലരിഞ്ഞ ഉള്ളിയാണ്. ഇത് മസ്റ്റാണ്, ഇത് നിർബന്ധമായിട്ട് ചേർക്കണം. ഇതൊരിക്കലും സ്കിപ്പ് ചെയ്യരുത്. കാര്യം ആ ഉള്ളിയൊക്കെ എന്നിട്ട് മൊരിഞ്ഞ് നല്ല വളയമായിട്ട് കിടക്കുമ്പോൾ കറിക്ക് മേളിലങ്ങനെ കിടക്കുന്ന ഒരു പ്രത്യേക ടേസ്റ്റാണ്. ഉള്ളി നല്ലപോലെ മൊരിയണം. ഉള്ളിയൊക്കെ നല്ലോണം മൊരിഞ്ഞു. ഇനി അതിനകത്തോട്ട് 2 വറ്റൽമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഇളക്കാം. നല്ലോണം ഇളക്കിയിട്ട് അത് ഈ കറിയിലോട്ട് ഒഴിച്ചാൽ മാത്രം മതി. ആ ഉള്ളിയൊക്കെ നല്ലപോലെ വളയമായിട്ട് വന്നിട്ടുണ്ട്. ഇനി അത് ഈ കറിയിൽ ഒഴിച്ചു കൊടുക്കാം. പിന്നെ എൻ്റെ ചാനൽ കാണുന്ന എല്ലാവരും ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. അടുത്തുള്ള ബെല്ലൈക്കണ്ണും കൂടെ ഒന്ന് അമർത്തണേ. പിന്നെ പറ്റുമെങ്കിൽ നിങ്ങളെല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ചെമ്മീൻ അവിയൽ ഇവിടെ റെഡിയായി കഴിഞ്ഞു. സൂപ്പർ ടേസ്റ്റാണ്. ഇത്രയും ടേസ്റ്റുള്ള ഒരു ചെമ്മീൻ കറി ഞാൻ കഴിച്ചിട്ടില്ല എന്ന് പറയാം. അപ്പോൾ എല്ലാവരും ഇത് തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.